ഉണ്ടോ ഭാരം വൈഷമ്യം തുമ്പങ്ങളും അസംഖ്യം രക്ഷാകരമല്ലോ സംഗീതം ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 6-ാം സങ്കീർത്തനം 7-ാം വാക്യം. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണ് കുഴിഞ്ഞിരിക്കുന്നു, എൻ്റെ സകല വൈരികളും ഹേതുവായി ക്ഷീണിച്ചിരിക്കുന്നു. രാത്രി മുഴുവനും കട്ടിലിനെ കണ്ണുനീർ കൊണ്ട് കുതിർക്കുന്ന അനുഭവത്തിലൂടെ കടന്നുപോയപ്പോൾ തൻ്റെ കണ്ണ് കുഴിഞ്ഞുപോയ അവസ്ഥയിൽ സങ്കീർത്തനക്കാരനെത്തുന്നു. അത് തൻ്റെ ആഴമായ അനുതാപത്തെ കാണിക്കുന്നു. ഈ സാഹചര്യം തൻ്റെ വൈരികൾ തന്നെ നശിപ്പിക്കുവാനുള്ള സന്ദർഭമായി കാണുന്നു. അത് തന്നെ കൂടുതൽ ക്ഷീണിപ്പിക്കുന്നു. യോബിൻ്റെ കഷ്ടതയുടെ മധ്യത്തിൽ അവൻ്റെ സ്നേഹിതർ ബുദ്ധിപരമായി അവൻ്റെ അവസ്ഥകളെ വിലയിരുത്തുവാൻ ശ്രമിച്ചത് ഈ കഷ്ടത അവന് അർഹിക്കുന്നതാണെന്ന അനുഭവത്തിലാണ്. ഇവിടെ ദാവീദിനെയും സ്നേഹിതർ ആ തരത്തിലാണ് കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, വേദനകളുടെയും രോഗത്തിൻ്റെയും മധ്യത്തിൽ നമ്മെ സഹായിക്കുവാൻ ആരും കാണണമെന്നില്ല. നമ്മെ സഹായിക്കുമെന്ന് വിചാരിക്കുന്നവർ നമ്മെ ഒറ്റപ്പെടുത്തി കുറ്റം പറഞ്ഞു എന്ന് വരാം. എന്നാൽ ആ സാഹചര്യങ്ങളിലും ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ നമുക്ക് സാധ്യമായി തീരണം. പ്രാർത്ഥിക്കാം. കർത്താവേ, ശത്രുവിൻ്റെ മധ്യത്തിൽ ഞാൻ ക്ഷീണിച്ചു പോകുമ്പോഴും നിന്റെ സാന്നിധ്യം അനുഭവിപ്പാൻ എന്നെ ഇടയാക്കണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.